ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു താമര എങ്ങനെ നടാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ കീഴ് ടബാണ്, പഴയതാണ്. ഞാൻ പഴയതൊന്ന് മാറ്റിയിട്ട് ഒരു പുതിയ വെറൈറ്റി വയ്ക്കാം. സൂര്യമുഖിയുടെ ഒരു റണ്ണറുണ്ട്, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഈ ടബിൽ നമുക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഉണങ്ങിയത്, ഇത് ഉണങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു വലിയ ടബായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. മൊബൈലൂടെ കയ്യിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉണക്ക ചാണകമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് DAP കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നീട് വളം ചേർക്കാറില്ല വലുതായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് DAP കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കത് ഇല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ പറമ്പിലെ മണ്ണ് മതി. അത് അരഭാഗം വരെ മതി. അതുവരെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കുക. ഇനി അടുത്ത് അതിലേക്ക് മണ്ണിതാ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണും ഒക്കെ ചരലൊന്നും ഇല്ലാതെ, കല്ലൊന്നും ഇല്ലാതെ നമ്മളത് നല്ലവണ്ണം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇതിൽ കിടക്കുന്ന പൊടിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം അടിയിലുള്ള ചാണകപ്പൊടി മേളിലോട്ട് വരാത്ത രീതിക്ക് നമ്മൾ ചെയ്ത് വയ്ക്കണം. ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് റണ്ണറാണ്, സൂര്യമുഖി എന്ന വെറൈറ്റിയുടെ റണ്ണറാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കിയത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുപോലെ ഒരു ചാല് ഇവിടെ ഇങ്ങനെ എടുത്തു കൊടുക്കണം. നമ്മൾ അടിയിൽ കിടക്കുന്ന ചാണകപ്പൊടിയൊന്നും മുകളിലോട്ട് വരാതിരിക്കാൻ ഒരു ഇലയോ പിന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ ഏതെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ ഫോഴ്സ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നനയിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചാലുതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രോ ടിപ്പൊക്കെ ഇതാണ് സൂര്യമുഖി. ഇത് പുതിയ വെറൈറ്റിയാണ്. അപ്പം റണ്ണർ വെച്ച് പിടിപ്പിക്കാൻ ഒത്തിരി പേർക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ റണ്ണറാണ് ഏറ്റവും എളുപ്പം. ഇത് റണ്ണറാണെങ്കിലും അല്പം ഒന്ന് ട്യൂബർ ഫോമിലേക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഗ്രോ ടിപ്പൊക്കെ മേളിൽ നിൽക്കത്തക്ക രീതിക്ക് ഇവിടേക്ക് ഇങ്ങനെ മണ്ണ് വെച്ച് ഇത് കൊടുക്കുക. ഈ സ്ഥലങ്ങളിലെല്ലാം ഈ നമ്മുടെ ഇരിക്കുന്ന മണ്ണ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ഗ്രോ ടിപ്പുണ്ട്. ഈ ഒരു ഗ്രോ ടിപ്പും കൂടെ ഇവിടെ ഒരു ഗ്രോ ടിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ പുറത്തേക്ക് നിൽക്കണം. അതിലേക്ക് മണ്ണ് കുറച്ചായിപ്പോയി, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് പതുക്കെ ഫോഴ്സ് കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇതുപോലെ ഞാൻ ടാങ്കിൽ നിന്ന് എടുത്താണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഒഴിച്ച് കാണിക്കാം. ഈ ഇലയുടെ പുറത്തുകൂടെ പതുക്കെ ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ വെള്ളവും കൂടെ വച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ പതുക്കെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കൈയും കൂടെ വച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഫോഴ്സ് കുറച്ചുകൂടെ കുറയും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് നിറച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് ഭാഗം മാത്രമല്ല, ടബ് ഫുള്ളും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇങ്ങനെയാണ് നടുന്നത്. പലരും പല രീതിക്കായിരിക്കും നടുന്നത്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നടുന്നത്. അപ്പോൾ നിറയെ വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഈ ടബിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒഴിച്ചത് കാരണമാണ് കലങ്ങി കിടക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ട്യൂബർ എവിടെയാണ് വെച്ചേക്കുന്നത് നല്ലവണ്ണം കാണാനും കഴിയും. നമ്മൾ സൈഡിലാണ് വെക്കേണ്ടത് കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയി. സൈഡിലാണ് താമര വയ്ക്കേണ്ടത്. ആമ്പലാണെങ്കിൽ സെൻറ്ററിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ താമര സൈഡിൽ വേണം വളച്ച് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം റണ്ണറാണ് ഏറ്റവും നല്ലത് നമുക്ക് വച്ച് പിടിപ്പിക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഫ്ലവർ വരികയൊക്കെ ചെയ്യുന്നത് റണ്ണറായിരിക്കും.
അപ്പം നമുക്ക് ഇതുപോലെയാണ് താമര സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ നടുന്ന രീതി ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനും കഴിയും. ഇത് അമേരിക്കൻ മേലിയുടെ ബഡാണ്. ഒത്തിരി വന്നു കഴിഞ്ഞു, ഇനി 2 കൂടി വിരിയാനായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.